നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതുവർഷ ഫലത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, അതായത് കാർത്തികയുടെ അവസാന 3 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും മകയിരത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ, ഈ നക്ഷത്രക്കാരുടെ 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മേടത്തിൽ വ്യാഴം, അതായത് ഇടവക്കൂറിൻ്റെ 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. 2024 മെയ് 1 വ്യാഴം ജന്മരാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. കുംഭത്തിൽ, അതായത് ഇടവക്കൂറിൻ്റെ 10ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. കണ്ടക ശനിയാണ്. കേതു കന്നിയിൽ ഇടവക്കൂറിൻ്റെ 5ാം ഭാവത്തിലും രാഹു മീനത്തിൽ ഇടവക്കൂറിൻ്റെ 11ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. ശനിക്കോ രാഹുവിനോ കേതുവിനോ ഈ വർഷം മാറ്റങ്ങളില്ല. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഇനി വരാനിരിക്കുന്ന ഒരു വർഷക്കാലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. 2024 അനുകൂലമായ മാറ്റങ്ങൾ കാണാനാകുന്നതാണ്. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് നല്ല പരിശ്രമത്താൽ ഭാഗ്യം ലഭിക്കുന്നതാണ്. താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലിയിൽ തന്നെ പ്രവേശിക്കാനാകും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഫലം സുനിശ്ചിതമാണ്. എന്നാൽ ജോലിക്കായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മെയ് 1 മുതൽ വ്യാഴം ജന്മരാശിയിലേക്ക് വരുമ്പോൾ തൊഴിലിൽ ക്ലേശങ്ങൾ കാണാൻ സാധിക്കും. കർമ്മസ്ഥലത്ത് മാറ്റങ്ങൾ ഉണ്ടാകാമെങ്കിലും ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ജോലി മാറുന്നതിനും സഹപ്രവർത്തകരുമായി ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനായി ശ്രമിക്കണം. സർക്കാർ നടപടികൾ ഉണ്ടാകാനിടയുള്ളതിനാൽ അവയെക്കുറിച്ചുള്ള ആധികൾ വർദ്ധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ദൃശ്യമാകുന്നതാണ്. അവരുടെ വ്യാപാര രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും അനുകൂല അവസ്ഥകൾ വന്നു ചേരാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദേശത്ത് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സഫലീകരണം ഉണ്ടാകും. പഠനത്തോടൊപ്പം ജോലിയും തരപ്പെടുന്നതാണ്. വിദേശത്ത് ധനാഗമന മാർഗങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. സഹായങ്ങളും ലഭിക്കും. എന്നാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്തു പോവുക. തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരാനും ഇടയുണ്ട്. കുടുംബത്തിൽ നല്ല അന്തരീക്ഷം സംജാതമാകും. വിവാഹം മുടങ്ങിക്കിടന്നിരുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരാനും തീരുമാനമാകാനും ഇടയുണ്ട്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും. അവരുടെ പുരോഗതിയിൽ സന്തോഷിക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. ചില സമയത്ത് സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ചില സമയങ്ങളിൽ ബന്ധുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിശദമായി ഓരോ മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യ ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. ചില ക്ലേശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായേക്കാം. ശുഭകാര്യത്തിനായി ധനച്ചിലവുകൾ വന്നു ചേരാം. പുതിയ വീട് പണിയുന്നതിനായും ഉള്ള വീട് പുതുക്കി പണിയുന്നതിനായും വാഹനം മാറി വാങ്ങുന്നതിനും ദൂരദേശ യാത്രയ്ക്കും അമ്മയ്ക്ക് വേണ്ടി ധനച്ചിലവുകളും വന്നുപെടാം. വസ്തു, വീട് എന്നിവയ്ക്കായി ഇപ്പോൾ ശ്രമിക്കാവുന്നതാണ്. ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് പൂർത്തീകരിക്കാനും പുതിയതായി തുടങ്ങാനായി പദ്ധതികൾ ആവിഷ്കരിക്കാനും ആകും. പലവിധ ടെൻഷൻസും വിരോധങ്ങളും ഉണ്ടാകാം. ഒരു ആശുപത്രി വാസവും ഉണ്ടായേക്കാം. മറ്റുള്ളവർക്ക് വേണ്ടിയോ സ്വന്തം ആവശ്യത്തിനോ വേണ്ടിയാകാം. ആരോഗ്യ ക്ലേശങ്ങളും ഉണ്ടായേക്കാം. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ പക്കപ്പിറന്നാളുകൾക്കും ഗണപതി ഹോമം, ഗണപതിക്ക് നാളികേരമുടച്ചും കറുകമാല സമർപ്പിച്ചും ശാസ്താവിന് നീരാഞ്ജനം, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഗ്രഹസ്ഥിതി പ്രകാരമുള്ള വഴിപാടുകളാണ്
ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ഗോചര ഫലങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഫലങ്ങൾ പൂർണ്ണമാകുന്നതിനായി ഗ്രഹനിലകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ എൻ്റെ വാട്സാപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നക്ഷത്രക്കാരുടെ വർഷഫലവുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.